പാകിസ്ഥാനിൽ ബന്ദി നാടകം പുരോഗമിക്കുമ്പോൾ കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ബലൂച്ച് ലിബറേഷൻ ആർമി മുൻപോട്ട് വെച്ചിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെ എല്ലാം മോചിപ്പിക്കണം, ഇല്ലായെങ്കിൽ ഓരോ മണിക്കൂറും 5 സൈനികരെ വീതം അല്ലെങ്കിൽ 5 ഈ ബന്ദിയാക്കപ്പെട്ടവരെ വീതം കൊലപ്പെടുത്തുമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരിക്കുന്നത്. 48 മണിക്കൂർ സമയമാണ് നൽകിയിരുന്നത്. ഏതായാലും സമയം തീരാൻ ഇനി കുറച്ച് സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 214 ബന്ദികൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ പറയുന്നത്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഈ ട്രെയിൻ റാഞ്ചുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ നിന്ന് ഇവരെ സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് ഈ ട്രെയിനിനുള്ളിൽ ഈ BLA പ്രവർത്തകരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാക്കന്മാർ ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഒരു വലിയ നീക്കം തന്നെയാണ് നടത്തുന്നത്. പാക് സൈന്യമുണ്ട്. കാരണം സൈന്യത്തിനെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ തന്നെ സൈനികർ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നൊരു സാഹചര്യം, അവർക്ക് അപകടം പറ്റാതെ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതും പ്രയാസകരമായ കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കൃത്യമായി എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നോ യാതൊരു വിവരവും പാകിസ്ഥാൻ സർക്കാരിൻ്റെ പക്കലില്ല. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് കേവലം 38 പേരെ മാത്രമാണ് ബന്ദിയാക്കിയതെന്നാണ്. പക്ഷേ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നു 214 പേരെ ബന്ദിയാക്കി എന്നാണ്. പാകിസ്ഥാൻ്റെ സർക്കാർ പറഞ്ഞത് തങ്ങൾ 104 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ്. എന്നാൽ അത് കഴിഞ്ഞ ദിവസം തന്നെ സ്ത്രീകളും കുട്ടികളും മറ്റ് സാധാരണ യാത്രക്കാരും അടങ്ങുന്നവരെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകർ അവരെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. അവരുടെ കണക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുമ്പോഴാണ് ഈ ഹൈജാക്ക് നടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ മുഴുവൻ ബലൂചിസ്ഥാൻ്റെ രാഷ്ട്രീയ പോരാട്ട വേദിയിൽ ഉണ്ടായിരുന്നവരെ ജയിലിലാക്കിയിട്ടുണ്ട്. അവരെ മുഴുവൻ പേരെയും വിട്ടയച്ചാൽ ബന്ദികളെ വിട്ടയക്കാം, ഇല്ലെങ്കിൽ ഓരോ മണിക്കൂറും 5 പേരെ വെച്ച് കൊലപ്പെടുത്തുമെന്നാണ്. നിർണായകമായ മണിക്കൂറിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.